ജിന്നുകളോട് തേടാമെന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളുണ്ട്, ജിന്നുകളോട് തേടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ ഒരു മുജാഹിദികൾക്കിടയിൽ എന്തുകൊണ്ടൊരു ഏകാഭിപ്രായം ഉണ്ടായില്ല ഇക്കാര്യത്തിൽ? അല്ല, സ്വാഭാവികമായും ജനങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്നുള്ളത് സ്വാഭാവികമല്ലേ. തേടാമെന്നോ തേടണമെന്നോ തേടപ്പെടേണ്ടതാണെന്നോ നിങ്ങൾക്ക് വാദമില്ല, സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളത് സമ്മതിച്ചു, അൽഹംദുലില്ലാ. ഇനി ഔദ്യോഗികമായി KNMന്റെ പ്രഖ്യാപനം ഉണ്ടായാൽ മതി. ഇങ്ങനെ ആർക്കും വാദമില്ല. അത് ഞങ്ങൾ അവരെ പേര് കളവ് പറഞ്ഞതാകുന്നു. അല്ല, ജിന്നെ വിളിച്ച് തേടാൻ അഭിപ്രായമുണ്ടായി പോകുന്നതല്ല ഈ ഇരിക്കുന്ന മുജാഹിദീങ്ങളൊന്നും. അല്ല, ഞാൻ നേരത്തെയും പ്രഖ്യാപിച്ചത് ജിന്നിനെ വിളിച്ച് തേടാൻ ഒരുത്തം പറഞ്ഞ മുജാഹിദല്ല. നിങ്ങൾ ധൈര്യമായി പ്രഖ്യാപിച്ചോളി, ഒരു സംശയമില്ല, ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പിന്നെ തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എപ്പോഴാണ് ഭൗതികമാകുക, എപ്പോഴാ ഭൗതികമാകുക, അതിന്റെ പ്രമാണം അതെ നേരത്തെ പറഞ്ഞ അവിടെയൊക്കെ പറഞ്ഞ ആ പ്രമാണം എന്തോ അതന്നെ അതിനുള്ള പ്രമാണം. നമ്മളിങ്ങനെ വെച്ചിരുന്നാണ്, പാത്തും പതുകെ അവിടെ ഇരുന്നതാ. ഇത് ആദ്യം എടുത്ത് ഉദ്ധരിച്ചിട്ടില്ല, ഇത് പാത്തും പതുകെ അവിടെ ഇരുന്നു. ഇപ്പോ ആ സമയത്തിന് പറയുമ്പോൾ എല്ലാവരും സുഖമുള്ളൂ. അതുകൊണ്ട് കേട്ടോ, ജബ്ബാർ മൗലവി എഴുതിന് തത്തുല്യമായ എത്ര ക്യാരറ്റാ നിങ്ങൾ പറയണം, അത് നിങ്ങളുടെ ജോലിയാണ്. എത്ര ക്യാരറ്റാ കേട്ടോ. സലാസ് നബി ഷബാബില് നോക്കുക, ഈ ലേഖനം വിശദീകരിച്ചിട്ട് സലാസ് നബി പറയാണ്, നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് സലാസ് നബി ഉദാഹരണം പറയാണ്, ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു, അല്ല ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. വിജനപ്രദേശം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു മരുഭൂമി പോയി ഒരു മുസ്ലിയാർ അകപ്പെട്ടു. അങ്ങനെ അകപ്പെട്ടു, ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്, കുടുങ്ങിപ്പോയി. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. ഒരു അശരീരി, അവിടെ ഒരു അശരീരി കേട്ടു. ആരുമില്ല, മരുഭൂമിയിലാണ്, ഒരാളില്ല, ഒരു അശരീരി കേട്ടു. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. എന്നിട്ട് അടുത്ത വാചകം, ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി. ഹാജറ ബീവിയുടെ സംഭവം എന്താ? പണ്ടൊരു അശരീരി കേട്ടു. അപ്പൊ ആരാ മലക്ക്, ഏത് മലക്ക്? ജിബ്രീൽ. അപ്പൊ അയാൾ അതിനെ അടിസ്ഥാനമാക്കി ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല, മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ജബ്ബാർ മൗലവി ബ്രാക്കറ്റിൽ ജിന്ന് മലക്ക് മനുഷ്യരെന്ന് എഴുതി, ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് എഴുതി. ആദറാബിയുടെ സംഭവത്തിൽ അശരീരി കേട്ടപ്പോൾ അത് ജിന്ന് മലക്കുണ്ടാവുന്ന വിചാരിച്ചിട്ട് ചോദിച്ചാൽ അത് ശിർക്കല്ല. എത്ര ക്യാരറ്റാ നിങ്ങൾ